പൗരത്വ നിയമത്തിന്റെ പേരിൽ സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കി ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമം മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. കാരണം സാമ്പത്തികമായി തകർന്ന ഒരു സംസ്ഥാനത്ത് ഇനി ക്രമസമാധാനം കൂടി തകർക്കാൻ കേരളത്തിലെ ഭരണത്തിന് നേതൃത്വം നൽകുന്നു എന്ന് അവകാശപ്പെടുന്നവരും പ്രതിപക്ഷത്തെ നയിക്കുന്നു എന്ന് അവകാശപ്പെടുന്നവരും മുതിരരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം സർക്കാർ സ്പോൺസേർഡ് സമരങ്ങൾ, ആ സമരങ്ങളുടെ പേരിൽ ദുരിതമനുഭവിക്കുന്ന കേരളത്തിലെ ജനങ്ങളുടെ മുകളിൽ ഇനിയൊരു ദുരിതം കൂടി കെട്ടിവെക്കാൻ ഈ രണ്ട് പാർട്ടികളും ചേർന്ന് നടത്തുന്ന മത്സരം, അവർ തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നത്. ഇതിന്റെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ മത്സരം അവസാനിപ്പിക്കണം. കാരണം കേരളത്തിലെ ജനങ്ങളെ ഒരു വിധത്തിലും ബാധിക്കാത്ത ഒരു വിഷയം, ആ വിഷയമാണിത്. അതിന്റെ പേരിൽ കേരളത്തിലെ ഭരണ പ്രതിപക്ഷങ്ങൾ തമ്മിൽ നടത്തുന്ന മത്സരവും മുതലെടുപ്പും, ആ മുതലെടുപ്പ് തിരിച്ചറിയണം എന്ന് ജനങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഒന്നാമത്തെ കാര്യം, ഈ നിയമം ഒരാളുടെ പോലും പൗരത്വം നഷ്ടമാക്കുന്നില്ല. ഈ നിയമം കൊണ്ട് ആർക്കെങ്കിലും ഒരാൾക്ക് പൗരത്വം നഷ്ടമാകുന്നു, അങ്ങനെ ഒരു സാഹചര്യമേ ഇല്ല. മാത്രമല്ല, അയൽ രാജ്യങ്ങളിലെ പീഡിപ്പിക്കപ്പെടുന്ന ക്രിസ്ത്യൻ, ഹിന്ദു അടക്കമുള്ള 6 മതവിഭാഗങ്ങളിൽപ്പെടുന്ന ആളുകൾക്ക് അവർക്ക് അഭയം നൽകാനുള്ള നിയമമാണിത്. കോൺഗ്രസ് ഈ രാജ്യത്തെ വിഭജിച്ചപ്പോൾ മഹാത്മാഗാന്ധിജി അടക്കമുള്ള ആളുകൾ അങ്ങനെ പീഡിപ്പിക്കപ്പെടുന്ന ആളുകൾക്ക് ഇന്ത്യയിൽ അഭയം നൽകാനുള്ള സംവിധാനം ഉണ്ടാക്കണം എന്ന് അന്നുയർന്ന ആവശ്യം, ആ ആവശ്യമായി ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ പാലിച്ചിട്ടുള്ളത്. അതിനാണ് തടസ്സം നിൽക്കുന്നത്. അതിനെതിരായിട്ടാണ് കേസ് കൊടുക്കുമെന്ന് പറയുന്നത്. അപ്പൊ കേസ് കൊടുത്ത് ക്രമസമാധാനം തകർക്കുന്നത് പീഡിപ്പിക്കപ്പെടുന്ന ഒരു ജനതയുടെ അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശത്തെയാണ്. ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും അടക്കം ഈ പറഞ്ഞ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള 3 രാജ്യങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്ന സാഹചര്യം, ആ സാഹചര്യം തുടരട്ടെ എന്നാണോ CPM-ന്റെയും കോൺഗ്രസിന്റെയും നിലപാട് എന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. MV ഗോവിന്ദനും സതീശനും ഈ കാര്യം വ്യക്തമാക്കണം. ഹിന്ദുക്കളുടെ കാര്യം വിട്, ഹിന്ദുക്കളെ ഇവർക്ക് രണ്ടുപേർക്കും ചതുർത്ഥിയാണ്. ക്രൈസ്തവർക്ക് വേണ്ടിയിട്ട് ഇവർ ശബ്ദമുയർത്തുന്നു എന്നാണല്ലോ ഇവരെല്ലാം ഇപ്പോഴും പറയുന്നത്. ഞാൻ ഒരു കാര്യം, എൻ്റെ ഓർമ്മയിൽ വന്ന ഒരു കാര്യം നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. എത്രയെത്ര ക്രൈസ്തവ ദേവാലയങ്ങൾ ഈ പ്രദേശങ്ങളിൽ, ഈ പറഞ്ഞ രാജ്യങ്ങളിൽ തകർക്കപ്പെട്ടു. ഒരു ഉദാഹരണം എൻ്റെ ഓർമ്മയിൽ വരുന്നത് അസിയ ബീബിയുടെ കാര്യമാണ്. അസിയ ബീബി എന്ന് പറയുന്ന ഒരു സഹോദരി, ആ സഹോദരിയുടെ കാര്യം ക്രൈസ്തവ സഹോദരന്മാർക്കൊക്കെ ഓർമ്മയുള്ള കാര്യമാണ്. അവർക്കെതിരായിട്ട് മതനിന്ദ ആരോപിച്ചുകൊണ്ട് പാകിസ്ഥാനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. 9 വർഷക്കാലം അന്താരാഷ്ട്ര സമൂഹം നിയമപോരാട്ടം നടത്തി. ആ നിയമപോരാട്ടം നടത്തിയിട്ടാണ് അവർ മോചിതയായത്. അവരവസാനം ഫ്രാൻസിൽ അഭയം തേടി. ക്രിസ്ത്യാനികൾ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ നേരിടുന്നത് അയിത്തമാണ്. അവർ 2ാം തരം പൗരന്മാരായിട്ടാണ് അവിടെ ജീവിക്കുന്നത്. എപ്പോ വേണമെങ്കിലും അവർക്കെതിരായിട്ട് മതനിന്ദ കുറ്റം ചുമത്താം, അവരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കാം. നിസ്സാരമായ കുറ്റങ്ങളുടെ പേരിൽ, അതിന്റെ പേരിൽ അവരെ തുറുങ്കിലടക്കാം. എത്രയോ ഹിന്ദു ക്ഷേത്രങ്ങൾ ഈ രാജ്യങ്ങളിൽ തകർക്കപ്പെട്ടതിന്റെ വാർത്തകൾ വാർത്തകൾ മാധ്യമങ്ങളിൽ കേരളത്തിൽ സെലക്റ്റീവായിട്ടാണെങ്കിലും ദേശീയ മാധ്യമങ്ങളിൽ, അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരുന്നു. കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത വായിച്ചു. 14 വയസ്സുള്ള ഒരു ഹിന്ദു യുവതിയെ തട്ടിയെടുത്ത് 3ാം ഭാര്യയാക്കിയ ഒരു കഥ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പൊ ഇതുപോലെയുള്ള നിരവധി കാര്യങ്ങൾ ആംനസ്റ്റി ഇന്റർനാഷണൽ പോലെയുള്ള ആൾക്കാരടക്കം ഈ വാർത്തകൾ പുറത്തു കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ പാകിസ്ഥാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും ഹിന്ദു ക്രിസ്ത്യൻ സഹോദരിമാർ അവിടെ കിടന്ന് അനുഭവിച്ചോട്ടെ എന്നുള്ളതാണ് CPM-ന്റെയും കോൺഗ്രസിന്റെയും നിലപാട് എങ്കിൽ അതവർ തുറന്നു പറയട്ടെ. ഈ 3 രാജ്യങ്ങളിലും മുസ്ലിം സമൂഹത്തിനെതിരായിട്ട് ഒരു തരത്തിലുള്ള പീഡനവും നടക്കുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അതുകൊണ്ട് പൗരത്വ നിയമം ഇന്ത്യൻ പൗരന്മാരായിട്ടുള്ള ആളുകൾ, അവർക്ക് ഒരു ബന്ധവുമില്ലാത്ത നിയമമാണ് ഈ പുതിയ നിയമം, ഭേദഗതി. ഈ ഭേദഗതി ഇന്ത്യൻ പൗരന്മാരെ ബാധിക്കുന്നേയില്ല.
വിദേശത്ത് നിന്ന് ഇന്ത്യയുടെ 3 അയൽ രാജ്യങ്ങളിൽ നിന്ന് വന്ന ക്രൈസ്തവ, ഹിന്ദു ഉൾപ്പെടെയുള്ള 6 മതങ്ങളിൽപ്പെടുന്ന ആളുകൾക്ക് പൗരത്വം നൽകാനുള്ള നിയമമാണ്. ആരുടെയും പൗരത്വം എടുത്തു കളയാനില്ല. പിണറായി വിജയൻ ഇത് ഞങ്ങൾ നടപ്പാക്കില്ല എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ ഇത്രയും അറിവില്ലാത്തവരാണ്, ഇത്രയും പെട്ടെന്ന് തെറ്റിദ്ധരിക്കപ്പെടും എന്നുള്ള ധാരണ കൊണ്ടാണെങ്കിൽ കേരളീയ സമൂഹത്തിന്റെ ഈ സാഹചര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവിന്റെ മുന്നിൽ വരുന്ന ചോദ്യചിഹ്നമാണ്. മാത്രമല്ല, ഈ പ്രശ്നം വാസ്തവത്തിൽ മുസ്ലിം പ്രശ്നമല്ല, ഈ പ്രശ്നം ക്രൈസ്തവ ഹിന്ദു പ്രശ്നമാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന്, അയൽ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന 3 രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പീഡിപ്പിക്കപ്പെടുന്ന 6 ജനവിഭാഗങ്ങൾക്ക് പൗരത്വം കൊടുക്കാനുള്ള നിയമം എങ്ങനെയാ മുസ്ലിം സമുദായത്തിനെതിരാകുന്നത്? ഇന്ത്യൻ പൗരനായിട്ടുള്ള ഒരാളെ പോലും ബാധിക്കാത്ത നിയമം. ആ നിയമത്തിന്റെ പേരിൽ നമ്മുടെ സംസ്ഥാനത്ത് ക്രമസമാധാനം തകർക്കാനും ഭിന്നിപ്പുണ്ടാക്കാനും തെരഞ്ഞെടുപ്പിൽ 4 വോട്ട് കിട്ടാനും വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമം തിരിച്ചറിയാൻ കേരളത്തിലെ ജനസമൂഹം തയ്യാറാകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത്.